വ്യാജ തിരിച്ചറിയൽ രേഖകളുമായി പൊന്നാനിയിൽ താമസിച്ചു വന്ന 3 ബംഗ്ലാദേശി പൗരന്മാർ അറസ്റ്റിൽ. പശ്ചിമബംഗാൾ സ്വദേശികളെന്ന വ്യാജേനയാണ് പ്രതികൾ കേരളത്തിൽ പല ജില്ലകളിലായി താമസിച്ചു വന്നിരുന്നത്. 1 വർഷത്തോളമായി സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ജോലി ചെയ്യുകയായിരുന്നു ഇവർ. സെയ്ഫുൽ മുണ്ടേൽ, സാഗർ ഖാൻ, മുഹമ്മദ് യൂസഫ് എന്നിവരെയാണ് പൊന്നാനി പോലീസും തീവ്രവാദ വിരുദ്ധ സേനയും സംയുക്തമായ പരിശോധനയിൽ പിടികൂടിയത്. പശ്ചിമബംഗാൾ സ്വദേശികളെന്ന വ്യാജേന ആധാർ കാർഡടക്കം വ്യാജമായി സൃഷ്ടിച്ചാണ് ഇവർ ജോലി ചെയ്തു വന്നിരുന്നത്. 1 വർഷത്തോളമായി സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ മൂവർ സംഘം ജോലി ചെയ്തു വരികയായിരുന്നു. അനധികൃതമായി അതിർത്തി കടന്ന് പശ്ചിമബംഗാളിലെത്തി അവിടെ നിന്ന് ഏജന്റ് വഴിയാണ് ആധാർ കാർഡ് തരപ്പെടുത്തിയത്. പിടിയിലായവരിൽ ചിലർ 1 വർഷത്തിലേറെയായി ഇവിടെ താമസിക്കുന്നുണ്ട്. കൂലിപ്പണി ചെയ്താണ് ഉപജീവനത്തിന് പണം കണ്ടെത്തിയിരുന്നത്. ഇവർക്കൊപ്പം മറ്റാരെങ്കിലും ഉണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കേരളത്തിലെ വിവിധയിടങ്ങളിൽ ബംഗ്ലാദേശികൾ താമസിക്കുന്നുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടരുകയാണ്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നിർദ്ദേശത്തെ തുടർന്ന് തിരൂർ ഡിവൈഎസ്പി മൂസ വള്ളിക്കാടന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തേടത്ത്, SI അരുൺ RU, ആനന്ദ്, പോലീസുകാരായ പ്രശാന്ത് കുമാർ, S സെബാസ്റ്റ്യൻ, മനോജ്, സബിത, P ഔസേബ്, തീവ്രവാദ വിരുദ്ധ സേനാംഗങ്ങളും സംഘത്തിലുണ്ടായിരുന്നു. കേരള വിഷൻ, പൊന്നാനി.